അപ്പോൾ ഞങ്ങൾ ദേവപ്രമോളിലേക്ക് ഇറങ്ങിയിട്ടോ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട്. അതായത് ഓണക്കോടി എടുക്കാനാണ്. പിന്നെ ലച്ചുവിൻ്റെ ബർത്ത്ഡേ ആണ് വരുന്നത്. അപ്പോൾ ലച്ചു അതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കേട്ടോ പോകാനായിട്ട്. ഞങ്ങളൊരു 5 മണിയൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പ്രമോളിലെത്തി. അപ്പം മാവേലീനെ കണ്ടപ്പോഴത്തേക്ക് ലച്ചു അതിനെ മാവേലീനെയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പിന്നെ ലച്ചു വിട്ട് ആൾക്കാർ വഴക്ക് പറയുമെന്ന് അറിയായിരുന്നു. അങ്ങനെ അവിടെ എന്തോ എക്സിബിഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് കുറേ സ്റ്റോളുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിറച്ച ആളുകളും ഉണ്ടായിരുന്നു. ഞങ്ങൾ റിലയൻസിൽ തന്നെ പോകാമെന്നും പറഞ്ഞാണ് കേട്ടോ വന്നത്. അപ്പോൾ സേതുട്ടൻ പറഞ്ഞു ഇവിടെ സ്റ്റൈൽ യൂണിയൻ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്, നമുക്കവിടെ കയറി നോക്കാമെന്ന് പറഞ്ഞു കേട്ടോ. എനിക്ക് അപ്പോൾ റിലയൻസിൽ പോകാൻ തന്നെ താല്പര്യം. അപ്പോൾ അവിടെ കയറി കുട്ടികളുടെ കളക്ഷൻ വളരെ കുറവായിരുന്നു. 2-3 ഞങ്ങൾ ഇട്ട് നോക്കി കേട്ടോ. സേതുവിനൊക്കെ പറ്റിയ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഈ ബോയ്സിനൊക്കെ പറ്റിയ റീസണബിൾ റേറ്റിനുള്ള വെറൈറ്റി ആയിട്ടുള്ള ഷർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അധികം അവിടെ നിന്ന് സമയം കളഞ്ഞില്ല. പിന്നെ ഞങ്ങൾ വേഗം റിലയൻസിൽ തന്നെ പോന്നു കേട്ടോ. ഇവിടെ വന്നാൽ എപ്പോഴും ലച്ചുവിന് അത്യാവശ്യം ഡ്രസ്സുകൾ കിട്ടാറുണ്ട്. ലച്ചു ഡ്രസ്സ് എടുക്കണമെങ്കിൽ ഇവിടെ തന്നെയാണ് വരാറ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ലച്ചുവിന് ഓക്കെ ആവാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഭയങ്കര തിരക്കായിരിക്കും ഇവിടെ എന്നും പറഞ്ഞ് വന്നിട്ട് വലിയ തിരക്കൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായില്ല കേട്ടോ. പിന്നെ കുട്ടികളുടെ സെക്ഷനൊക്കെ കുറേ മാറ്റിയിരിക്കണം, ഏറ്റവും അറ്റത്തേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ ലച്ചു നടന്നുകൊണ്ടിരിക്കുക. ലച്ചുവിൻ്റെ അച്ഛമ്മയും കുഞ്ഞമ്മയും അമ്മമ്മയൊക്കെ പൈസ കൊടുത്തിട്ടുണ്ടായി ഓണക്കോടി എടുക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ വെച്ച് ലച്ചുവിന് ലാവിഷായിട്ട് ഇന്ന് ഷോപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ ലച്ചുവും ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കണം, അതെടുക്കണം പറഞ്ഞ് ഭയങ്കര ഇഷ്ടമായിട്ടോ ഷോപ്പിങ്ങിന് വരാനായിട്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലച്ചു തന്നെ ലച്ചുവിൻ്റെ കാര്യങ്ങളൊക്കെ സൈസൊക്കെ നോക്കി സെലക്ട് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ട്. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ഇത് മതി എന്ന് പറഞ്ഞാൽ അവളുടെ ഇഷ്ടത്തിന് തന്നെയാണ് കേട്ടോ അവൾ എടുക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഓരോ ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങനെ അച്ഛനെ കൊണ്ടേ കാണിക്കും കേട്ടോ, നല്ലതാണോ എന്നൊക്കെ ചോദിച്ചു. എന്നോടും ചോദിക്കും നല്ലതാണോ. പിന്നെ അച്ഛനോടും ഒന്നും ഒരു അഭിപ്രായമൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ വരിക. അപ്പോൾ ഇത് ഇപ്പം ഇട്ടേക്കണത് ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി. 3 ആൾക്കും ഇഷ്ടപ്പെട്ടു. കുറച്ച് ലൂസ് ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അത് കഴിഞ്ഞ് പിന്നെ പണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലച്ചുവിന് ഞാൻ കുറേ ഡ്രസ്സ് ഇട്ടിട്ട് വരും. പക്ഷെ ഒരു ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോൾ തന്നെ അവൾക്ക് അങ്ങോട്ട് മടുപ്പാവും കേട്ടോ. പിന്നെ വേണ്ട, പിന്നെ എന്തെങ്കിലും എടുത്താൽ മതി, നമ്മൾ തന്നെ സെലക്ട് ചെയ്താൽ മതി. ഇപ്പം അങ്ങനെയൊന്നും പറ്റില്ല കേട്ടോ. ഇപ്പം അവൾക്ക് എത്ര ഡ്രസ്സ് ട്രൈ ചെയ്യാനും അവൾ റെഡിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ ഇട്ടേക്കണത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ടോപ്പല്ല, ജീൻസ്. പക്ഷെ അതൊന്നും ഇട്ടുണ്ടായില്ല. പിന്നെ ഇത് ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞ ലച്ചു നിൽക്കുക ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. പക്ഷേ ലച്ചുവിനെല്ലാം ഇങ്ങനെ പിടിച്ചു നോക്കണം കേട്ടോ. അങ്ങനെ ഫോട്ടോ എടുക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോഴും പിന്നെ ഞങ്ങൾ പിന്നെ എന്ത് ചെയ്തു, ഈസി ബൈ ഉണ്ട്, നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. ഈസി ബൈ എന്നാണ് കേട്ടോ ലച്ചുവിന് എപ്പോഴും ഡെയിലി യൂസ് ചെയ്യാനുള്ള ഡ്രസ്സൊക്കെ മേടിക്കാറ്. പക്ഷേ ഇപ്രാവശ്യം പിന്നെ മേടിക്കാം. ഇപ്പം നമുക്ക് വേറെ ടോപ്പ് നോക്കാം. പക്ഷെ ഇവിടെയും ഒന്നും അങ്ങോട്ട് ലച്ചുവിന് പറ്റിയതൊന്നും അങ്ങോട്ട് കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും ലച്ചു നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞ ഇതെങ്ങനെയുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇഷ്ടപ്പെടില്ല, അവൾ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, അവിടെ നിന്ന് അധികം സമയം കളഞ്ഞില്ല കേട്ടോ, വേഗം ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് നമ്മൾ 1000 എബോ പർച്ചേസ് ചെയ്യണമെങ്കിൽ നമുക്ക് പാർക്കിംഗ് ഫീ നമുക്ക് തിരിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ പാർക്കിംഗ് ഫീ നമുക്ക് ബില്ലടച്ചതിൻ്റെ അതും പിന്നെ പർച്ചേസ് ചെയ്തതിൻ്റെ ബില്ലും കൂടെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് കിട്ടും കേട്ടോ. അങ്ങനെ നമുക്ക് 30 രൂപ തിരിച്ച് കിട്ടി കേട്ടോ. പിന്നെ ഇതെല്ലാം പ്ലാസ്റ്റിക്കിൻ്റെ പൂവ് വെച്ചാണ് കേട്ടോ അവർ ഓണക്കളം ഇട്ടേക്കണം. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പം പിന്നെ നമ്മൾ സേതുട്ടൻ പറഞ്ഞു വേറെ 2 ഷോപ്പുകൾ പുതിയത് വന്നിട്ടുണ്ട് പാലാരിവട്ടത്തൊക്കെ, നമുക്കെന്നാൽ അവിടെയും കൂടെ പോകാം. അപ്പോൾ ലച്ചുവിന് ആകെ എടുത്തത് ഒരു പേർപ്പിൾ കളറുള്ള ഡ്രസ്സാണ് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം മഴയൊക്കെ പെയ്തിട്ടുണ്ടായിട്ടെന്ന് തോന്നുന്നു കേട്ടോ, ഒന്നും അറിഞ്ഞില്ല. ഇത്രയും സമയമായി, എനിക്ക് തോന്നുന്നു 7 മണി 7:30 കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പിന്നെ പോയത് R&B എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിലാണ് കേട്ടോ പോയത്. അവിടെ അത്യാവശ്യം കളക്ഷൻസ് ഒക്കെ ഉണ്ടായി. പക്ഷെ ലച്ചുവിന് പറ്റിയതൊന്നും കിട്ടണുണ്ടായില്ല. ജീൻസ് ഒന്നും നമുക്ക് അങ്ങോട്ട് ഫിറ്റിങ്സ് ശരിയാവണുണ്ടായില്ല. പിന്നെ അതുമല്ല ട്രയൽ റൂമിൽ ഭയങ്കര ഈസിയായി നിൽക്കാനേ പറ്റണുണ്ടായില്ല കേട്ടോ. എന്നാൽ അതൊക്കെ ചുമയും കൂടെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം ഇറങ്ങി, വേഗം പോകാമെന്നും പറഞ്ഞാൽ അങ്ങനെ ഇറങ്ങി. പിന്നെ ഞങ്ങൾ കയറിയത് യൂത്ത് സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു റിലയൻസിൻ്റെ ഷോപ്പായിരുന്നു കേട്ടോ. അപ്പം എന്നാൽ അവിടെയും കൂടി കയറി നോക്കാം എന്ന് പറഞ്ഞു. ആകെ ടയർഡായി ഇത്രയും തന്നെ നോക്കിയെടുത്തിട്ട്. അപ്പോൾ നമ്മൾ അവിടെ കയറാൻ വേണ്ടി പോവുകയാണ്. പുതിയ ഷോപ്പാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ കളക്ഷൻസ് ഉണ്ട്, അത്യാവശ്യം നല്ല റീസണബിൾ റേറ്റ്. നമുക്കൊന്നും എനിക്കൊന്നും നോക്കിയിട്ടുണ്ടായില്ല കേട്ടോ, കാരണം പിന്നെ അത് നോക്കി സമയം പോകുമല്ലോ. അപ്പോൾ ലച്ചുക്കുട്ടിക്കൊക്കെ പറ്റിയത് എവിടെയെന്ന് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും അറ്റത്താണ്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെയും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ ടോപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇത് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ലച്ചുവിന് അത് അങ്ങോട്ട് ഇഷ്ടപ്പെടണുണ്ടായില്ല. അപ്പോൾ ഞങ്ങളിത് എടുത്തു, ഈ പിങ്ക്. പക്ഷെ അവൾ പറയണ്ട എനിക്കിത് ഇഷ്ടമാണല്ലേ, ഈ പിങ്ക് ഇഷ്ടമാണ്, പക്ഷെ ഇതെന്താ അവൾക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായില്ല. ഞാൻ ഇത് തന്നെ അങ്ങോട്ട് എടുത്തോ. അപ്പോൾ പറയണ്ടായി എനിക്ക് ആ ടോപ്പ് ഇഷ്ടമാവണില്ല. അതുകൊണ്ട് അവൾക്ക് ഇങ്ങനെ ക്രോപ്പ് ടോപ്പ് പോലത്തെയാണ് കേട്ടോ ഇഷ്ടം. പക്ഷെ ഞങ്ങൾക്കത് ഇഷ്ടമാവുന്നുണ്ടായില്ല അത്രയ്ക്ക്. പിന്നെ വേറെ ഒരെണ്ണം ഇഷ്ടപ്പെട്ടു. ഇതാണ് പുള്ളിക്കാരിക്ക് കറക്റ്റ്
ഇഷ്ടപ്പെട്ട ഡ്രസ്സ്, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ സൈസ് കിട്ടുന്നുണ്ടായില്ല. അവളുടെ സൈസ് തന്നെ അവൾക്ക് ലൂസായിരുന്നു കേട്ടോ. ഞങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് മോളെ ലൂസാണ്. പിന്നെ ഒന്നും മിണ്ടിയില്ല, പിങ്ക് തന്നെ എടുത്തിട്ട് പോന്നു. പിന്നെ ഷൂ മേടിക്കാനായിട്ട് കയറിയിട്ട് അപ്പം ഞാൻ പറഞ്ഞു വൈറ്റ് വേണോ, വൈറ്റ് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്, പക്ഷെ പെട്ടെന്ന് ചെളിയാവില്ലേ എന്നൊക്കെ ഞാൻ പറയുമായിരുന്നു. പിന്നെ മാത്രമല്ല ഇത്രയും പൈസ മേടിക്കണോ എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ. അവൾക്ക് ഇത് തന്നെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞാൽ ബ്ലാക്ക് ഒന്ന് ഇട്ട് നോക്കാം. അപ്പോൾ ഒരു കാലിൽ ബ്ലാക്കും ഒരു കാലിൽ വൈറ്റും, പക്ഷെ വൈറ്റ് തന്നെയാണ് ഭംഗി. ഞാൻ പറഞ്ഞപ്പോൾ പിന്നെ സേതുവിനെ വഴക്ക് പറയാൻ തുടങ്ങി, അവൾക്ക് ഇഷ്ടമുള്ളത് എടുക്കട്ടെ എന്ന് പറഞ്ഞാൽ പിന്നെ അവൾക്കും അത് തന്നെയാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത്, ആ വൈറ്റ്. പിന്നെ ഞങ്ങൾ അതെല്ലാം വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോന്നു. വരുന്നതിൻ്റെ ഇടയ്ക്ക് എന്തോ അവിടെ കുറച്ച് ബ്ലോക്കൊക്കെ കിട്ടിയിട്ടാണ്. പിന്നെ അതെന്തോ ഞങ്ങളതൊക്കെ നോക്കി നിന്നു. എന്തായാലും ലച്ച് നല്ല ഹാപ്പി ആയിരുന്നു ലച്ചിൻ്റെ ഷോപ്പിങ്ങിൽ.